ഹായ്, എല്ലാവർക്കും നമസ്കാരം. പഴുത്ത പ്ലാവില വീഴമ്പം പച്ച പ്ലാവില ചിരിക്കും. റെയർ റീൽസിലെ സന്ദീപിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ്? സന്ദീപ് ഒരു കഥ പറഞ്ഞു. ആ കഥ സന്ദീപ് തന്നെ പറയുന്നുണ്ട്, തികച്ചും സാങ്കല്പികമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില യൂട്യൂബർമാർ അല്ല, നിങ്ങൾ പറഞ്ഞ കഥ സാങ്കല്പികമല്ല, ഇത് ഒരാളെ ഊന്നിക്കൊണ്ടാണ്, ഇത് എന്നെ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ആ ഒരു യൂട്യൂബർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പറഞ്ഞത് സാങ്കല്പിക കഥയല്ല, ആ കഥയിലെ കഥാപാത്രം ഇന്നയാളാണ്. ആ ആള് കേട്ട പാടെ ആള്, ആഹാ, ആ കഥയിലെ നായകൻ ഞാനാണോ? ഓക്കെ, എന്നാൽ ശരി, ഒരു കേസ് കൊടുത്തിരിക്കാം എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് സന്ദീപിനെ അകത്താക്കി. ഇതൊന്നും അല്ല രസം. സന്ദീപിനെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ആരാണെന്നറിയില്ലേ, ഇപ്പൊ തീരെ സുഖമില്ലാതെ കിടക്കുവാണ്. ആ ആള് പറഞ്ഞു, കണ്ടോ, എന്നെ തൊട്ടാൽ ഇങ്ങനെ ഇരിക്കും, എന്നെ കുറിച്ച് പറയുന്നവരുടെ അവസ്ഥയെല്ലാം ഇനി ഇങ്ങനെയായിരിക്കും, എന്നെ തൊട്ടതിനാണ് അവനെ ആ ജയിലിൽ കൊണ്ടുപോയത്, എന്നെ തൊട്ടതിനാണ് അവനെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ സത്യത്തിൽ ഈ ആള് പറഞ്ഞ കഥയിൽ ഈ നമ്മുടെ യൂട്യൂബിലെ നായികയില്ലായിരുന്നു, വൈറൽ താരം ഇല്ലായിരുന്നു. പക്ഷേ ആ താരം അങ്ങടെ ആഘോഷിക്കുന്നു, തീരെ വയ്യാതെ കിടക്കുവാണ്, കീമോ ഒക്കെ കഴിഞ്ഞിട്ട് വയ്യാതെ കിടക്കുവാണ്. എന്നാലും പോട്ടെ, റീൽസുകൾ ഇടുന്നു, സന്തോഷം കാണിക്കുന്നു, ഒന്നും വേണ്ട. അറസ്റ്റ് ചെയ്തതിന്റെ സന്തോഷ പ്രകടനം, ആഹ്ലാദ പ്രകടനം യൂട്യൂബിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ കാണിക്കുന്നു. കീമോ കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാന്നാണ് പറയുന്നത്. അയാൾക്ക് ദൈവത്തെയും പ്രാർത്ഥിച്ച് അസുഖം എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ എന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചിരിക്കേണ്ടതിന് പകരം ഒരാൾക്ക് ഒരു ദുരിതം സംഭവിച്ചപ്പോൾ സന്തോഷിക്കുവാണ്, ആഘോഷിക്കുവാണ്. യൂട്യൂബിൽ റീൽസ് ഇട്ടും സ്റ്റോറീസ് ഇട്ടും പിന്നെ കരഞ്ഞോണ്ടും, പിന്നെ എനിക്കറിയത്തില്ല എന്തോരം വൈറലായിട്ടുള്ള എന്തോരം റീൽസുകളാണ് ഇടുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? അതെ, സന്ദീപിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ മുഴുവൻ അവിടെ സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ സന്ദീപിന് ജാമ്യം കിട്ടി. സന്ദീപ് വെളിയിലിറങ്ങി കഴിഞ്ഞിട്ട് സന്ദീപ് ഒരു വീഡിയോയും ഇട്ടു. അതിൽ സന്ദീപ് പറയുന്നുണ്ട്, സന്ദീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ തിരിച്ചിറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നത് ഷെഫീന ബീബിയുടെ കാര്യമാണ്. ഷെഫീന ബീബിയുടെ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ജു പിള്ളയുടെ മകളെ കുറച്ച് വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടപ്പം എല്ലാവരും അവരെ എതിർത്തു. പക്ഷെ ഞാൻ അവരെ ഇതുവരെയും എതിർത്ത് സംസാരിച്ചിട്ടില്ല. അവർ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണ്, പക്ഷെ ചുരുക്കം ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും മോസ്റ്റ്ലി കാര്യങ്ങളോട് എനിക്ക് അവരോട് യോജിപ്പാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് നമുക്ക് ചിലപ്പോൾ ചില മനുഷ്യർ പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയും, ചിലപ്പോൾ യോജിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഷെഫീന ദാദ എന്തായാലും സന്ദീപിനെ സഹായിക്കാൻ ചെന്നു. അവരോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിരുന്നുണ്ട് സന്ദീപ്. എനിക്കിതിൽ പറയാനുള്ളത്, ഒരു ഈ സ്റ്റോറി എനിക്ക് പറയാമോ എന്തോ, പോട്ടെ, ഞാൻ എന്നാലും പറയുവാണ്. നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു ഓഫീസിൽ ഒരു 4-5 പേര് കൂടി വർക്ക് ചെയ്യുന്നെന്ന് വെച്ചോ. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാലം ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരാളുടെ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയും, ഒരാളെ തള്ളിയിടാൻ ശ്രമിക്കുക. അപ്പോൾ ഒരേ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ പരസ്പരം ദേഷ്യം വെച്ച് പുലർത്തുക, അവനെ എങ്ങനെയെങ്കിലും കുഴിയിൽ തള്ളിയിടുക, അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വരുത്താൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ ആ ആളെ കുറ്റപ്പെടുത്താനും ആ ആളുടെ കുറ്റങ്ങൾ കണ്ടെത്താനും ആ ആളെ കുറച്ചുകൂടെ കുഴിയിലേക്ക് തള്ളിയിടാനും ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളാണ്, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, അനീഷ് രേണുവിന്റെ വീഡിയോ ഇറങ്ങിയ സമയത്ത്, അതായത് കുറച്ച് രേണുവിന്റെ വീഡിയോ ഒക്കെ വൈറലായി തുടങ്ങിയായിരുന്നല്ലോ, ആ സമയത്ത് രേണുവിനെ കുറിച്ച് നന്നായിട്ട് വിമർശിച്ച് വീഡിയോ ഇട്ട ഒരാളാണ് അനീഷ്. അന്ന് ഈ ബിഷപ്പിനെ കുറിച്ചും ഈ രേണുവിനെ കുറിച്ചും ഒരുപാട് വിമർശനവുമായിട്ട് അനീഷ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോ അനീഷ് നേരെ തിരിഞ്ഞിട്ട് ഇപ്പം രേണുവിന്റെ സപ്പോർട്ടായിട്ടും ബിഷപ്പിന്റെ സപ്പോർട്ടായിട്ടുമാണ് അനീഷ് നിൽക്കുന്നത്. പക്ഷേ അനീഷ് ഒരു കാര്യം ഓർക്കണം, അനീഷ് ഒരിക്കൽ രേണുവിന്റെ എതിരെയായിട്ടാണ് നിന്നിരുന്നത്. അന്ന് രേണുവിനും ബിഷപ്പിനും എതിരെയായിട്ട് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ബിഷപ്പ് ഒരുപാട് യൂട്യൂബർമാരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു. അന്ന് ഈ രേണുവായിട്ട് അകന്നു നിന്ന സമയത്ത്. അപ്പൊ രേണുവിന്റെ കുറ്റങ്ങളും രേണുവിനെ അഗനിസ്റ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബർക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും ഇന്റർവ്യൂ കൊടുക്കുകയും വോയിസ് അയച്ചു കൊടുക്കുകയും ഈ ബിഷപ്പിനെ കാണാനായിട്ട് ഒരുപാട് യൂട്യൂബർ ബിഷപ്പിന്റെ വീട്ടിൽ ചെല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ബിഷപ്പിന് രേണു ശത്രുവായിരുന്നു, ഈ യൂട്യൂബേഴ്സ് എല്ലാം നല്ല അടുപ്പത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ ബിഷപ്പിന് രേണുവിനായിട്ട് സൗഹൃദമായപ്പോൾ മറ്റുള്ള യൂട്യൂബർമാരെല്ലാം ശത്രുക്കളായി. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന യൂട്യൂബർമാരുമായിട്ടാണ് ഇപ്പൊ ബിഷപ്പിന് അടുപ്പം, ദോസ്തി. അപ്പോ ഈ അനീഷിന് ബിഷപ്പ് വീഡിയോകൾ അയച്ചു കൊടുക്കുന്നു. അനീഷിനെ വിളിച്ച് ബിഷപ്പിന് പറയാനുള്ള, സോഷ്യൽ മീഡിയയിൽ പറയാനുള്ള കാര്യങ്ങൾ അനീഷിനെ വിളിച്ച് പറയുന്നു. എന്തുവല്ല അനീഷിനോട് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അനീഷ് ഒരു കാര്യം ഓർക്കണം, ബിഷപ്പ് നേരത്തെ ഇതേ കണക്ക് തന്നെ മറ്റുള്ള യൂട്യൂബർമാരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിൽ നിന്നിരുന്നതായിരുന്നു. ഇപ്പൊ അവരുമായിട്ട് ഒന്ന് തെറ്റിയപ്പോൾ അവരെ കോടതിയിൽ കയറ്റാനും ജയിലിൽ കയറ്റാനും പോലും ബിഷപ്പ് മടിച്ചില്ല. നാളെ അനീഷിന്റെ സ്ഥിതി ഇങ്ങനെ ആവാതിരുന്നാൽ കൊള്ളാം, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. കാരണം അങ്ങനെയല്ലേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ പറയൂ, ഈ കാണുന്ന വീഡിയോ കാണുന്ന സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലെ വീഡിയോകൾ കാണുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങൾ പറയൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ
അപ്പൊ എന്നാണോ എന്തോ ഇനി ഈ ബിഷപ്പ് അനീഷിന് നേരെ തിരിയുന്നതെന്ന് കാണാം. അന്ന് അനീഷിനെ ഈ യൂട്യൂബർമാർ ആരെങ്കിലും കൂടെ കാണുമോ? അനീഷ് ഒരു കാര്യം വിചാരിക്കണം, ഒരേ ഫീൽഡിൽ റിയാക്ഷൻ വീഡിയോ ഇടുന്നതാണ് അനീഷ് ആയാലും മറ്റുള്ള യൂട്യൂബേഴ്സ് ആയാലും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒരിക്കലും ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആൾക്കാരുടെ നേരെ തിരിഞ്ഞിട്ട് അവരുടെ കുറ്റങ്ങളും പറഞ്ഞ് അവരെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കുറെ കൂടെ ബുദ്ധിമുട്ടിലോട്ട് തള്ളിയിടാനായിട്ടുള്ള ശ്രമം നടത്തരുതായിരുന്നു ഈ അനീഷ്. ഇപ്പോൾ സന്ദീപിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ സന്ദീപിന്റെ പറഞ്ഞ കാര്യങ്ങൾ, സന്ദീപ് ഒരു കഥയാണ് പറഞ്ഞത്, അനീഷാണ് ആ കഥയെടുത്ത് ആ കഥയിലെ കഥാനായകൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത് അനീഷാണ് അല്ലേ? അനീഷിന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അനീഷിനെ വിമർശിക്കാം, അനീഷെന്നല്ല ആർക്കായാലും, എനിക്കായാലും സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ ചെയ്യുന്ന ആർക്കായാലും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ഒരേ തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ തള്ളിയിട്ടുകൊണ്ടാവരുത് പോകാനായിട്ട്. അനീഷിന് കുറച്ച് വ്യൂസും കുറച്ച് ആരുടെയെങ്കിലുമൊക്കെ കുറച്ച് പ്രീതിയും, അതായത് കുറച്ച് അടുപ്പവും കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ തള്ളിയിടരുതായിരുന്നു. ഇതെനി ഞാൻ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കുമെന്ന്. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷേ വേണ്ടിയിരുന്നില്ല. സന്ദീപ് ചെയ്ത തെറ്റെന്താണ്? സന്ദീപിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. സന്ദീപ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയത്, സന്ദീപ് ബിഷപ്പിന്റെ ഫോട്ടോ തംബ്നെയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വരയും കുറിയൊക്കെ ഇട്ടിട്ടാണ് ഇട്ടത്, എന്നാൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, പണ്ടുള്ള കാര്യങ്ങളൊന്നും കുത്തിച്ചേക്കാൻ നിൽക്കേണ്ടായിരുന്നു. ഇപ്പോൾ സന്ദീപ് ഈ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ആരെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടാണ് സന്ദീപ് ആ വീഡിയോ ഇട്ടേന്നുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സന്ദീപിന്റെ അഭിപ്രായങ്ങൾ പറയുക അത്രയും മതിയായിരുന്നു. എനിക്കതാണ് തോന്നുന്നത്. ഫോട്ടോയോ ഈ തംബ്നെയിലിൽ ബിഷപ്പിന്റെ ഫോട്ടോ ഒന്നും ഇടരുതായിരുന്നു സന്ദീപ്. അതാണ് സന്ദീപ് ചെയ്ത തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സന്ദീപ് തെറ്റായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ള യൂട്യൂബേഴ്സിനെ കുറിച്ച് ചീത്ത പറയുകയോ അങ്ങനെയൊന്നും പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സന്ദീപിന്റെ വീഡിയോകൾ നേരത്തെയും കാണാറുണ്ടായിരുന്നു. അപ്പം എനിക്കതാണ് ഈ ഒരു കാര്യത്തെ പറ്റി തോന്നിയത്. പക്ഷേ എന്തായാലും ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ആൾക്കൊരു കുഴപ്പമില്ല. ആൾ പറയുന്ന കണക്ക് അങ്ങയുടെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ പിടിച്ചു വെച്ചതേ ഉള്ളൂ, അല്ലാതെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ആൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്, ആൾ വീഡിയോയും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രേണുവിനെ കുറിച്ച് പറയാനുള്ളത്, രേണുവിന് ഇപ്പോൾ വയ്യാതെ ഇരിക്കുന്ന അവസ്ഥയല്ലേ. രേണു ഇപ്പോൾ പ്രാർത്ഥനയിലും മരുന്നിലും സ്വസ്ഥത കിട്ടുന്ന കാര്യങ്ങൾ, സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ് രേണു ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീഡിയോസ് ഇടാനും ഓരോരുത്തരെ കുത്തി നോവിക്കാനും, എത്രയായാലും ഇതിനകത്ത് തന്നെ സന്ദീപ് പറയുന്നുണ്ട് രേണുവിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണെന്ന്. അപ്പം എന്തായാലും രേണു ഇങ്ങനെ ഒരാളുടെ പേരിൽ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടരുതായിരുന്നു. രേണുവിന്റെ അസുഖം ഭേദമാക്കാനുള്ള കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞാൻ ഇത് നേരത്തെയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യവും മറന്നുപോയി. രേണുവിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് സന്ദീപിനോട് എന്തോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളതെന്ന്. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ പറയേണ്ട, എന്തായാലും സന്ദീപ് പറയട്ടെ, അതിന് ശേഷം നമുക്ക് പറയാം. പക്ഷേ അതങ്ങനെ രേണുവിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. സ്വന്തം മോള് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് എന്തിനാണ് രേണുവിന്റെ പേരിൽ ഉള്ള കേസിന്റെ ഇതിലല്ല സന്ദീപ് സ്റ്റേഷനിൽ വന്നതെന്നുള്ളത് രേണുവിന്റെ അച്ഛനും അറിയാം, രേണുവിന്റെ ചേച്ചിക്കും അറിയാം, രേണുവിനും അറിയാം. അപ്പൊ പിന്നെ എന്തിനാണ് അവിടെ ചെന്നിട്ട് ഈ സന്ദീപിനെ വെറുതെ പ്രകോപിപ്പിക്കുന്നത്? രേണു കാണിച്ചു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഇട്ടത്. എല്ലാവരും ഇട്ടിട്ടുണ്ട്, അത് കണക്ക് സന്ദീപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം മകളുടെ അസുഖം മാറ്റാനായിട്ട് പ്രാർത്ഥനയും പൂജയും വഴിപാടും ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് അതെല്ലാം നോക്കിയിരിക്കലായിരുന്നു രേണുവിന്റെ അച്ഛൻ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല, അത് ശരിയായിട്ടുമില്ല. കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരു കാര്യത്തിൽ രേണുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറേ തംബ്നെയിൽസുകൾ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ രേണു പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ തംബ്നെയിലൊക്കെ ഇട്ടുള്ള വീഡിയോകൾ ഇട്ടതിന്റെ പേരിലാണ് സന്ദീപിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ സന്ദീപിന്റെ FIR-ൽ പറയുന്നത് ബിഷപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു എന്നതിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ എന്തായാലും സന്ദീപിന്റെ FIR ഞാനിവിടെ പറയുന്നില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, FIR-നെ കുറിച്ചൊന്നും. അപ്പോൾ എന്തായാലും രേണുവിന് എതിരെ വീഡിയോ ഇട്ടതിന്റെ പേരിലല്ല സന്ദീപിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രേണു പക്ഷേ എന്നെ പറഞ്ഞിട്ടാണ് എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് രേണു ഇരിക്കുന്നത്. നമ്മുടെ ഫാദർ ഇരിക്കുന്നതോ അല്ലല്ല, എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ രേണുവിന്റെ ഒരു പ്രശ്നം നടന്ന് ഫാദർ ആദ്യമൊക്കെ കുറേ വീഡിയോകളിലൊക്കെ വന്ന് എല്ലാവരും ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഫാദർ പിന്നെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഫാദറിനെ ആ കുറിച്ച് ആരും വീഡിയോ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരും ഫാദറിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനോ ഫാദറിനെ ഒരു കാര്യത്തിലും ഫാദറിന് ശല്യം ഉണ്ടാവുന്ന രീതിയിൽ ആരും വീഡിയോ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴല്ലേ ഫാദറിനെതിരെ എല്ലാവരും വീഡിയോ ഇടാൻ തുടങ്ങിയത്. അത് അങ്ങനെ പറയാതിരുന്നുണ്ടെങ്കിൽ ഫാദറിനെ കുറിച്ച് ആരെങ്കിലും വീഡിയോ ഇടുമായിരുന്നോ? ഫാദർ വന്ന് രേണുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ സ്തുതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്
പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരെ. അല്ല ആരെങ്കിലും ഒരു വീഡിയോ അല്ല ഒരു ഇന്റർവ്യൂ ചോദിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാദറിന് രേണുവിൻ്റെ അസുഖം ഭേദമാവട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ശ്രുതിക്ക് ഒരു ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നല്ലത് വരട്ടെ, അല്ലെങ്കിൽ രേണു ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു, ഇതങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നു. എന്തിനാണ് ഈ കിച്ചുവിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരെ കൂട്ടികളക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഈ അച്ഛൻ പറയാൻ പോയത്? അതിന്റെ പേരിലല്ലേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം ഫാദറിനെ അഗനിസ്റ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പൊ തെറ്റ് ആരുടെ ഭാഗത്താണ്? പറയൂ, നിങ്ങൾ തന്നെ പറയൂ, ഞാൻ പറയുന്നില്ലേ.